ചില യൂട്യൂബേഴ്സ് എസ്പെഷ്യലി നമ്മുടെ രഹസ്യ അണ്ണനൊക്കെ അവരുടെയൊക്കെ ഒരു സ്ഥിതി ആലോചിക്കുമ്പോൾ 700K മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുത്തരാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ്. അവനിപ്പോ നടന്ന് ഓരോ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ട് മെഴുകുവാണ്. ചെയ്ത ചെറ്റത്തരങ്ങള് ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, എന്റെ പെർസ്പെക്റ്റീവ്, ഈ ഒരു വാക്കും വെച്ചിട്ട് ഉള്ള തോന്നിവാസം കംപ്ലീറ്റ് യൂട്യൂബിൽ ഇരുന്നു കൊണ്ട് ആരെയൊന്നുമില്ല അവന് തോന്നുന്നത് എന്റെ കണ്ടന്റ് എന്റെ അരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന വൃത്തികേടുകളുണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റത്തില്ല. ഈ വൃത്തികേടുകളൊക്കെ പറഞ്ഞതിന് ശേഷം ഒന്നും ആലോചിക്കാതെയും ചിന്തിക്കാതെയും എന്ത് കിട്ടിയാലും കൊണ്ടുവന്നിട്ട് അതിന് മേലെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു വൃത്തികെട്ട യൂട്യൂബർ. ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അണ്ണനോട് ഒരു കാര്യം പറയാം, നമ്മള് കുറച്ച് റീച്ചിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അണ്ണന്റെ പേര് ഉപയോഗിച്ചാൽ മാത്രമേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുന്നൊക്കെ അണ്ണൻ എഴുതിയ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നു. അപ്പൊ അണ്ണന്റെ പേര് വെച്ച് എന്നെ കുറച്ച് റീച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ അണ്ണൻ ആ കമന്റ് എങ്ങനെയെങ്കിലും എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ, എനിക്കറിയാം 10-200 പേര് കാണുന്ന ചെറിയൊരു ചാനൽ, അപ്പൊ അണ്ണന്റെ കയ്യിലെങ്ങാനും ഒന്ന് പെട്ട് അണ്ണൻ കാണുവാണെന്നുണ്ടെങ്കിൽ ആ കമന്റ് ഒന്ന് അവോയ്ഡ് ചെയ്യണം. കാരണം ആ കമന്റ് ആണല്ലോ അണ്ണൻ തുരുതുരാ ഓരോരുത്തരുടെ വീഡിയോയുടെ താഴെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കമന്റ് ഞാനും കണ്ടായിരുന്നു ഇന്നലെ ഒരു വീഡിയോയുടെ താഴെ, നമ്മുടെ ഗോപ്രോ മച്ചാന്റെ വീഡിയോയുടെ താഴെ. വെരി ബാഡ് എന്ന് പറയണം. ലോകത്തുള്ള എല്ലാ സബ്ജക്റ്റും എടുത്തിട്ട് തനിക്ക് തോന്നുന്ന വിധത്തില് കീറി മുറിച്ച് അവരൊക്കെ കൊല വെളിച്ചാണ് താൻ വീഡിയോ ചെയ്യാറ്. പക്ഷെ തന്നെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ, അതായത് താൻ ചെയ്ത ഒരു തെറ്റ് വന്ന് ഈ സമൂഹം വിളിച്ചു പറയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു നിലപാടില്ലാതെ പാവങ്ങളെ വലിച്ചിട്ട് വീഡിയോ ചെയ്ത് അവരെ ആക്ഷേപിക്കുമ്പോൾ അവർക്കും ഫീൽ ചെയ്യാറ്. അണ്ണൻ ആരെ കുറിച്ചാന്ന് മനസ്സിലായില്ലേ? അതെ, അമൃത ബാല നമ്മുടെ പാപ്പു വിഷയത്തില് തന്റെ ഒരു പെർസ്പെക്റ്റീവില്, അതാണ് ഞാൻ പറഞ്ഞത്. ഗോപ്രോ റിയാക്ട്സ് എന്ന് പറഞ്ഞ ചാനല് ഒരു വീഡിയോ ഇടാൻ പറ്റത്തില്ല. കാരണം ഇവൻ അതിന്റെ താഴെ പെറ്റ് കിടക്കാന്ന് പറയത്തില്ലേ, തുരുതുരാ കമന്റ്സുകൾ ഇട്ടുകൊണ്ട് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, നീ അതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ഇതിവന് ഉള്ള ഒരു സ്വഭാവമാണ്. ഇവനെ പേരിൽ ആരെങ്കിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അവൻ പറയുന്ന തെണ്ടിത്തരങ്ങളെ വിളിച്ച് സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ അത് എത്ര ചെറിയ ചാനൽ വലിയ ചാനൽ ഒന്നുമില്ല, അതിന്റെ താഴെ വരും എന്തെങ്കിലുമൊക്കെ കമന്റ്സ് ആയിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് തന്നെ, എന്റെ ചാനലിലൊക്കെ താഴെയായി. ഞാനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഈ പുള്ളിക്കാരൻ വരാറുണ്ട്, റൈസാണ് കോപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എല്ലാവർക്കും അറിയാം ഇവൻ എന്താ നല്ല പണി കിട്ടിയെന്ന്. കാരണം സോഷ്യൽ മീഡിയയില് ഒരു കുട്ടി വന്ന് തന്റെ അവസ്ഥ വിവരിച്ച് ഒരു വീഡിയോ ഇട്ടപ്പോ ആ വീഡിയോ എടുത്തുകൊണ്ട് വെച്ച് ആ കുട്ടിയെ എങ്ങനെയൊക്കെ സമൂഹത്തിന് കൂടുതൽ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കാവോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫാമിലിയെ എങ്ങനെ തെറ്റുകാരായി ചിത്രീകരിക്കാവോ, അതിനൊക്കെ വേണ്ടി ഇവൻ ഇട്ട ആ വീഡിയോസ് തന്നെയാണ്. അതായത് അവൻ ഒരിക്കലും പറയത്തില്ല ഓ ബാലയാണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അമൃതയാണ് തെറ്റ് ചെയ്തത്, സോറി അഭിരാമി അല്ല കേട്ടോ, അമൃതയാണ് തെറ്റ് ചെയ്തത് എന്നിവൻ പറയത്തില്ല. ഇവന് അവിടെ സപ്പോർട്ട് കൊടുക്കും വേണം, ബാലയ്ക്ക് സപ്പോർട്ട് ചെയ്യും വേണം. ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രേക്ഷകരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഇവന്റെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇവനെ പോലെയല്ല, ആളുകൾക്ക് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇവൻ എങ്ങോട്ടാണ് ചായുന്നത്, ഇവൻ ആർക്ക് വേണ്ടിയാണ് ഈ കൊട പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ചുട്ട മറുപടി കമന്റ്സ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇവൻ പറയുമായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു മനുഷ്യനായി മാറി, ബിഗ് ബോസ് എന്നെ മനുഷ്യനാക്കി മാറ്റി, ഇതൊക്കെ നമ്മൾ ആദ്യമായി ലൈഫിൽ കേൾക്കാം. ഇതുപോലെ ക്രേസി ആയി കുറെ ആളുകൾ തല്ലും പിടിച്ച് ഇടിയും കൂടിയും നടക്കുന്ന ഒരു ഷോയിൽ പോയി ഇവൻ മനുഷ്യനായി മാറി. ഇവന് മാത്രം എനിക്ക് തോന്നുന്നു ഇവന് ആ ഷോയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു റിട്രീറ്റിന് പോയ ഒരു ഫീലിങ്ങോ അങ്ങനെയൊക്കെ വന്ന് ഇവൻ ഭയങ്കര അധികം ചേഞ്ച് ആയിട്ടാണ് പുറത്തേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, പട്ടിയുടെ വാല് 12 കാലം കുഴലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കത്തുള്ളൂ. ഇവരൊക്കെ മാറുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മൾ ഇവന്റെ വീഡിയോസ് കാണാൻ പോവാറില്ല, പക്ഷെ ഈ പ്രശ്നം ഇത്ര രൂക്ഷമായി കഴിഞ്ഞപ്പോ മിക്ക യൂട്യൂബേഴ്സും, ഞാൻ പറഞ്ഞില്ലേ ഒരുവിധ എല്ലാ ആളുകളും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ ഇവന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ വീഡിയോ നമുക്ക് കൃത്യമായി കേൾക്കുവാണെങ്കിൽ മനസ്സിലാകും അവർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട്, അതായത് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് കാരണം ഇവന്റെ വിചാരം, അല്ലെങ്കിൽ സോഫ്റ്റ് ആയ ഭാഷയിൽ വളരെ ശാന്തനായി ഇരുന്നു കൊണ്ട്, അതായത് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, ആ പരിപാടി തന്നെ ഒരു കാര്യം അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് അതിനെ കുറച്ച് ആലങ്കാരികമായി ഒക്കെ അങ്ങോട്ട് ചിത്രീകരിച്ച്
പറഞ്ഞു വരുമ്പോ ഇപ്പൊ ഇവൻ ഒരിക്കലും അതായത് അവന് ഇഷ്ടമുള്ള ആളുകളെ അവൻ തന്നെ പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഒട്ടും എതിർത്തു പറയത്തില്ല, അവരെ എന്ത് തണ്ടിത്തരം ചെയ്താലും ഇവൻ പറയില്ല. അതാണ് അവന്റെ ഒരു ഇപ്പൊ ഞാൻ പറയുന്നത്, ഒരു കാര്യത്തില് അത് ഫ്രണ്ടോ സ്വന്തക്കാരോ വീട്ടുകാരോ ആരെങ്കിലും ആകട്ടെ, തെറ്റ് ചെയ്താൽ തെറ്റു ചെയ്തു എന്ന് പറയാൻ കഴിവില്ലെങ്കിൽ അണ്ണൻ ഒരു പരിപാടി ചെയ്യും. ഈ യൂട്യൂബിലെ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനം നിർത്തിവെച്ച് മറ്റ് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മനുഷ്യനായി മാറിയതിന്റെ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നതായിരിക്കും ഉത്തമം എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നിലപാടി പിടിക്കണം. ഇത് എപ്പോഴും രണ്ട് വഞ്ചിയിലാണ് കാല്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കാര്യങ്ങൾ കിടക്കില്ല അണ്ണാ. അപ്പൊ ഇത് പറയാൻ കാരണം ഉണ്ട് കേട്ടോ. ഗോപ്രോ മച്ചാൻ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഇവൻ അതിന്റെ താഴെ പോയിട്ട് ഇവന്റെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങ് എഴുതി വെക്കും. ഇവനെ ഭയങ്കര ഇഷ്ടമുള്ള വേടാ. ഇത് കേട്ട് കേട്ട് അണ്ണന്റെ ആ ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടല്ലോ എനിക്കും ഇപ്പൊ ആ വേട് ഭയങ്കര ഇഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു പെർസ്പെക്റ്റീവ് ഇല്ലാതെ അണ്ണൻ ഇങ്ങനെ ഈ വാക്ക് ഉപയോഗിച്ച് ഇത്രയ്ക്കും ആ വാക്കിനെ അപമാനിക്കാൻ വേണ്ടി ഇനി ദൈവത്തോർത്ത വീഡിയോ ചെയ്യത്തരുത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക, പറയുന്നതിൽ എന്തെങ്കിലും ശരിയാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച്, അല്ലെങ്കിൽ ആൾക്കാർ ഇതുപോലെ എന്നും അണ്ണൻ ആ ബിഗ് ബോസ് കഴിഞ്ഞ പിന്നെ എറിന്ന് ചന്ദ്രനിലൊക്കെ പോയി ഇപ്പൊ അങ്ങ് ലാൻഡ് അടിച്ചേലുള്ളൂ. അപ്പൊ അണ്ണൻ ഇടക്കിടക്ക് ചന്ദ്രനിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണല്ലേ. വീണ്ടും ഞാൻ പറഞ്ഞില്ലേ ഈ അണ്ണനെ പിടിച്ച് കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ, ഇവന്റെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് പറയാതെ പറഞ്ഞു പോകും. അത്രയ്ക്കും മോശം കമന്റ് ആണ്. ഒരു റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വളരെ മോശമായ ഒരു, നമുക്ക് പോലും നാണക്കേട് തോന്നുന്ന രീതിയിലാണ് ഇവൻ ചില കാര്യങ്ങൾ പറയാ. ഞാൻ എന്ത് വേണമെങ്കിലും പറയും, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ റൈസ്. ഇതാണ് ഇവന്റെ മുദ്രാവാക്യം. ആരും യൂട്യൂബിൽ വന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു നന്മ പ്രവർത്തിക്ക് വേണ്ടിയിട്ടല്ല. എല്ലാരും റീച്ചും പിന്നെ അണ്ണൻ ഇതിങ്ങനെ എടുത്തെടുത്ത് അങ്ങോട്ട് പറഞ്ഞ് ഈ ഒരു ഡയലോഗ് എനിക്ക് തോന്നുന്നു എത്ര വർഷമായി കേൾക്കുന്നത്. ആ ഡയലോഗെങ്കിലും ഒന്ന് മാറ്റി പിടിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ.